ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴിവിടെ വന്നത് ഇത് കണ്ടോ, ക്യാരറ്റ്. ഇത് ഇവിടുത്തെ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഓറഞ്ച് കളറിലല്ലേ കിട്ടുന്നത്. ഇത് ഇപ്പോൾ ഒരു ചുവപ്പ് കളർ പോലെ. ഇത് വലുത് ഇന്നലെ ഇവിടെ അതൊക്കെ കൊണ്ടുവന്ന രഞ്ജി രാവിലെ മേടിച്ച് വെച്ചതാണ്. ഇത് മറ്റേ ആ ഓറഞ്ച് കളറിലെ ക്യാരറ്റിൻ്റെ അത്രയും കട്ടിയില്ല. ഇത് കരിമ്പ് പോലെ നല്ലതാണ്. പിന്നെ ചെറിയ മധുരമൊക്കെ ഉണ്ട്. ഇതില്ല. ഞാനിതിപ്പം ഇത് അരിൻ്റെ ഒരു തോരനാക്കാൻ പോവാം. ആക്കാനായിട്ട് എടുത്തതാണ് ഞാനത്. മറ്റേ വേറൊരു കാര്യം കൂടെ കാണിക്കാം നിങ്ങളെ. ഇത് കണ്ടോ, ഇവിടുത്തെ മുളക് പൊടി. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണെന്ന് പറഞ്ഞു. ഇവിടെ മുളക് പൊടി മേടിച്ച് മെനിങ്ങാന്ന് ഇവിടെ ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിട്ട് കറി വെച്ച് ഭയങ്കര എരിവായിരുന്നു. ഇന്നലെ അവർ പോയി പൊടിക്കുന്നിടത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ എരിവ് പറഞ്ഞു. ഇത് എന്തോ വന്ന് അറിഞ്ഞില്ല. ഇത് പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കട്ടെ ഇതിൻ്റെ എരിവ് എങ്ങനെ ഉണ്ടെന്നറിയാം. ഇതിൻ്റെ കളറിനൊക്കെ വളരെ വ്യത്യാസം. നമ്മുടെ നാട്ടിലെ മുളക് പൊടി പോലെ ഒന്നുമല്ല. കളറിനൊക്കെ വളരെ വ്യത്യാസം. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം എന്തോ കളറാണെന്നൊക്കെ. മേടിച്ച മുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാം തീർന്നു. നല്ല മുളക് പൊടിയായിരുന്നു. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇത് ഈ ക്യാരറ്റ് ഞാൻ അരിഞ്ഞ് തോരൻ വെക്കുന്നത് കാണിക്കാം. ഞാനിപ്പോൾ ഇത് ഈ ക്യാരറ്റും ഒരു സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് തോരൻ വെക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി അതിൻ്റെ കൂടെ ഉള്ളി 2 പച്ചമുളക്, ഈ 2 വറ്റൽമുളക്, അതിനും ഭയങ്കര എരിവ. 2 വറ്റൽമുളക് പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഇടുക. ഇവിടെ മുളക് എരിവ് കുറവ് മതി ഇവിടെ ഉള്ളവർക്കല്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഇച്ചിരി എരിവ് വേണം. ഇനി ഞാൻ ചിലപ്പോഴൊക്കെ ഇച്ചിരി കൂട്ടിയിടും. ഇവിടെ എരിവ് കുറഞ്ഞ കറികളൊക്കെയാണ് കൂടുതലും വെക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തോരൻ ഇത്രയെന്ന് പറഞ്ഞപ്പോൾ വൈകിട്ടത്തേക്കും കൂടെ എപ്പോഴും വെക്കണ്ടല്ലോ. അപ്പം ഞാൻ അരിഞ്ഞപ്പോൾ ഇച്ചിരി കുട്ടി അരിഞ്ഞത് വൈകിട്ടത്തേക്കും കൂടെ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പം പിള്ളേർ 2 പേരും വരും. അപ്പം അതൊന്ന് മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിട്ട് കൊടുക്കാം. ക്യാരറ്റ് ഉള്ളിയും പച്ചമുളകും കൂടണം. ഇതിന് ഒരുപാട് വെള്ളമുണ്ട്. ജ്യൂസ് അടിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. അരിഞ്ഞു വന്നപ്പോൾ അത്രയുണ്ട്. മഞ്ഞപ്പൊടി, ഉപ്പ്, ഇച്ചിരി വെള്ളമയം കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ട് ഇച്ചിരി വറ്റണം. ഇതിനകത്ത് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന് ഇഞ്ചി വെളുത്തുള്ളിയും ജീരകമൊന്നും ചേർക്കത്തില്ല. ഇതിന് ഞാൻ മസാല പൊടിച്ചതായി ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഞാൻ തോരൻ വെക്കുന്നത് അങ്ങനെ. അപ്പോൾ അത് ഒരു ഇച്ചിരി ഇതൊന്നായിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ ഇവിടെ തേങ്ങ ചിരണ്ടിയല്ല എടുക്കുന്നത്. ഇത് പൂളിയിട്ട് പൊടിക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെക്കും. എപ്പോഴും പൊടിക്കാൻ നടക്കണ്ടാണ്. അപ്പോൾ ആ പൊടിച്ചതായത് അപ്പം അത് ഇട്ട് കൊടുക്കാം. അപ്പം അത് നല്ല ചെറുത തേങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത്
പിന്നെ മസാലപ്പൊടി ഞാൻ കൂട്ടെല്ലാം കൂടെ പിന്നെ പൊടിച്ച കൂട്ടായിട്ട് കൊടുക്കണം. ഇങ്ങനെ ഞാൻ തോരൻ വെക്കത്തുള്ളൂ, കാരണം ഇതിന് കൂടുതലും മധുരമായത്. അപ്പം കുരുമുളക് ഇട്ട് കൊടുക്കും. ഞാൻ ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കും. ഇത്തിരി കുരുമുളക് വെക്കുന്നിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ. എങ്കിലും ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൂടെ ഒന്ന് ഞാനിങ്ങനെ ചെയ്യുന്നത് ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നല്ല തോരന ഇങ്ങനെ ഇതാകുമ്പോൾ മധുരവും തോന്നിക്കത്തില്ല. ഇതിന് മറ്റേ കാറ്റിനേൽ കൂടുതൽ മധുരമാണെന്ന് എനിക്ക് തോന്നുന്നു. മധുരമാണ്, കട്ട് കുറവാണ്, കരിമ്പ് പോലെ. ജ്യൂസ് അടിക്കാൻ നല്ല സാധനമാണ്. ഞാൻ ശകലം ഉപ്പ് നോക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല സ്വാദുണ്ട് ആ മസാലയൊക്കെ. കുരുമുളക് ഇട്ടപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കിക്കേ, നല്ല സ്വാദുണ്ട്. ഇത് മാത്രം മതിയെന്ന് തോന്നുന്നു ചോറുണ്ണാൻ. ഇത്രയും മതി. അപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്.